സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് ഈ നിമിഷങ്ങളിൽ നാം അനുസ്മരിക്കുക. തൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ പുത്രനായ ദൈവം പിതാവായ ദൈവത്തെയാണ് നമുക്കായി കാണിച്ചു തന്നത്. മാനവകുലത്തിന് വേണ്ടി നല്ലതെല്ലാം പ്രവർത്തിക്കുമ്പോഴും അത് പിതാവിൻ്റെ കരുണയാണ് എന്ന് തിരിച്ചറിയാതെ ദൈവത്തിനെതിരെ തന്നെ പ്രവർത്തിച്ചവരാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത. ലൂക്കാന്റെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു കൈ ശോഷിച്ച വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു സാബത്ത് ദിവസമാണ്. അതിനാൽ തന്നെ ആ വ്യക്തിക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ചല്ല അവർ ചിന്തിച്ചത്, മറിച്ച് കർത്താവിൻ്റെ ദിവസം അവൻ പരിശുദ്ധമായി ആചരിച്ചില്ല. സാബത്ത് ആചരിക്കുവാൻ അവൻ തയ്യാറായില്ല. സാബത്ത് ലംഘനമാണ് അവിടെ നടന്നത് എന്നാണ് അവർ നോക്കിക്കണ്ടത്. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു വചനഭാഗം വായിച്ച് നമുക്ക് കൂടുതലായിട്ട് ധ്യാനിക്കാം. മറ്റൊരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലതു കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. നിയമജരും ഫരിസേയരും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൻ അവൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാബത്തെ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവിടെ കൂടിയ എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മറ്റൊരു സാബത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വചനഭാഗം ആരംഭിക്കുന്നത്. അതിനു മുമ്പേ നടന്ന സംഭവത്തെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷം പറയുന്ന ഇപ്രകാരമാണ്: മറ്റൊരു സാബത്തിൽ, ഇതിനെ മുമ്പേ നടന്ന മറ്റൊരു സാബത്തിലും ഇതുപോലെ കർത്താവ് സാബത്തിനെതിരെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ സാബത്ത് ലംഘിച്ചു. അവിടെ അവർ ആയുധമാക്കുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരെയാണ്. ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുന്ന വേളയിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഗോതമ്പ് മണികൾ അടർത്തിയെടുത്ത് ഭക്ഷിച്ചു. അതായിരുന്നു അവർ കണ്ടെത്തിയ കുറ്റം. അങ്ങനെ യേശു എന്ത് പ്രവർത്തിക്കുമ്പോഴും അവൻ സാബത്ത് ലംഘനം നടത്തുന്നു എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ തങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണ്. വലതു കൈ ശോഷിച്ചത് കൊണ്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അവൻ അനുഭവിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുവാൻ അവന് സാധിക്കുന്നില്ല. അതിനുള്ള ആരോഗ്യം അവനില്ല. പലതരത്തിലും അവൻ അസ്വസ്ഥതകൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ വശങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. എന്നാൽ യഹൂദരും ഫരിസേയരും എന്താണ് ചെയ്യുന്നത്?
അവർ യേശുവിൽ എന്തെങ്കിലും പഴുത് കണ്ടെത്തുവാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ അവൻ സാബത്ത് ലംഘിക്കുന്നുണ്ടോ? ദൈവകൽപ്പനകൾക്കെതിരെ അവൻ പ്രവർത്തിക്കുന്നുണ്ടോ? എല്ലാ കൽപ്പനകളുടെയും അധിപനായവനാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. പിതാവായ ദൈവത്തിൻ്റെ ശക്തിയാലാണ് പുത്രനായ ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നുമില്ല. അവരെ സംബന്ധിച്ച് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: സാപത്തിൽ അവർ ഏതെങ്കിലും തരത്തിൽ രോഗശാന്തി കൊടുക്കുന്നുണ്ടോ? അങ്ങനെ സാപത്ത് ലംഘനം നടത്തുവാൻ വേണ്ടിയാണോ യേശു ഇവിടെയും വന്നിരിക്കുന്നത്? അങ്ങനെ അവനെതിരെ കുറ്റം ആരോപിക്കുവാൻ വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. അവരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് യേശു അവനോട് പറയുന്നത്, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. എല്ലാവരെയും കാണുകയും അവനെ നിർത്തിയിട്ടാണ് യേശു അവരോട് ചോദിച്ചത്, സാപത്തെ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അതിന് അവർ ഉത്തരം കൊടുക്കുന്നതായി ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കില്ല. യാതൊരു മറുപടിയും പറയാതെ അവർ അവനിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി മാത്രം നിലകൊണ്ടു എന്നതാണ് സത്യം. തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ തങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിനാൽ തന്നെ യാതൊന്നും മറുപടി പറയാതെ അവനിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി അവർ കാത്തിരുന്നു. യേശുവിനറിയാമായിരുന്നു, ഞാൻ ഇവരെ സുഖപ്പെടുത്തിയ തീർച്ചയായും തൻ്റെ മേലെ അവർ കുറ്റം ആരോപിക്കും. പക്ഷേ യേശുവിനെ സംബന്ധിച്ച് ആ നിയമങ്ങളല്ല, മറിച്ച് ആ വ്യക്തിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ വ്യക്തിയെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, ദൈവത്തിൻ്റെ കരുണ ആ വ്യക്തിയിലേക്ക് പകർന്നു കൊടുക്കുക, മറ്റുള്ളവരെ പോലെ തന്നെ തനിക്കും സുഗമമായി ഇവിടെ സഞ്ചരിക്കാമെന്ന് ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുക. ഇത് മാത്രമായിരുന്നു യേശുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനാൽ തന്നെ അവൻ്റെ മറുപടി ഒന്നും പ്രതീക്ഷിക്കാതെ യേശു അവനെ സുഖപ്പെടുത്തി. ആ കൈ സൂക്ഷിച്ച വ്യക്തിയോട് കൈ നീട്ടുവാൻ അവൻ പറയുമ്പോൾ അവൻ അത് കൈ നീട്ടി അത് സുഖപ്പെട്ടു. അവിടെ രോഷാകുലരായിട്ട് മാറുന്ന യഹൂദരെയും ഫരിസേരെയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. യേശുവിനോട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് പിന്നീട് അവർ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവമെല്ലാം നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ക്രിസ്തുവിനെക്കുറിച്ച് അവർ ആദ്യം വളരെ നല്ല രീതിയിൽ സംസാരിച്ചിരുന്നവരാണ്. യേശുനാഥൻ അവരുടെ നാട്ടിലേക്ക് ചെന്നപ്പോൾ ഈ വ്യക്തിക്ക് എവിടെ നിന്നാണ് ഈ ജ്ഞാനമെല്ലാം ലഭിച്ചത്? ഇവൻ എന്തുകൊണ്ടാണ് ഇതുപോലെയെല്ലാം പ്രവർത്തിക്കുന്നത്? ഇവനിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? ഇതാ പുതിയൊരു പ്രവാചകൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ യേശുവിനെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഉടനെ തന്നെ അവിശ്വാസത്തിൻ്റെ ഒരു മുഖംമൂടി അവർ ധരിക്കുകയാണ്. തങ്ങളുടെ മുമ്പിൽ കണ്ട അത്ഭുതകൃത്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വീണ്ടും വീണ്ടും അവർ തങ്ങളെ തന്നെ, തങ്ങളുടെ ഹൃദയത്തെ അടയ്ക്കുവാനാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും യേശുവിനെ അംഗീകരിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തതുപോലെ തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി രക്ഷകനാണ്, ഈ ലോകത്തെ രക്ഷിക്കുവാൻ കടന്നു വന്നിരിക്കുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവനെ അംഗീകരിക്കാതിരിക്കുന്ന സമൂഹം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ യഹൂദരുടെയും ഫരിസേയരുടെയും രീതികൾ കാണാറുണ്ട്. ക്രിസ്തു ആരാണെന്നും എന്താണെന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തു എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ യേശുവിനെ അംഗീകരിക്കാൻ സാധിക്കാതെ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് യേശുവാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ പ്രവൃത്തിക്ക് യേശുവിന് വേണ്ട ക്രെഡിറ്റ് കൊടുക്കാതെ, ഇതെല്ലാം ഞാൻ നേടിയെടുത്തത് എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടാണ്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സൗഭാഗ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് കൊണ്ടാണ്, മറ്റാരെയും അംഗീകരിക്കാതെ എല്ലാം ഞാനെന്ന ഭാവത്തിലേക്ക് മാറ്റുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളും ഈ യഹൂദരെയും ഫരിസേരെയും പോലെ ആയിത്തീരുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ അംഗീകരിക്കുവാൻ നാം തയ്യാറാകണം. ഇതാ ഈ ജീവിതം അവൻ തന്ന ദാനമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം.
ഇന്ന് കർത്താവിൻ്റെ സന്നിധി നമുക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നയിച്ചത് കർത്താവാണെന്ന് നാം തിരിച്ചറിയണം. അവനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുവാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാകാൻ പാടില്ല. പൂർവാധികം ശക്തിയോടെ ഇവനാണ് എൻ്റെ രക്ഷകൻ, ഇവനാണ് എന്നെ വഴി നടത്തുന്നവൻ, ഇവനാണ് എന്നെ ചേർത്ത് പിടിക്കുന്നവൻ എന്ന് പറയുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമാണ് നമ്മളെ കർത്താവും ചേർത്ത് പിടിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ കർത്താവ് ഇടപെടുന്നത് കാണുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കുന്നവരായി നാം മാറരുത്. അവരോട് അസൂയ കാട്ടുന്നവരായി നാം മാറരുത്. മറിച്ച് കർത്താവ്, നീ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചല്ലോ, അവരുടെ ജീവിതത്തിൽ നിൻ്റെ പ്രവർത്തനം വളരെ ആവശ്യമായൊരു ഘട്ടമായിരുന്നു. കർത്താവ്, തളർന്നുപോയ അവരെ നീ വീണ്ടും ചേർത്ത് പിടിച്ചല്ലോ. അങ്ങനെ കർത്താവിന് നന്ദി പറയുവാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. എൻ്റെ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രതി നമ്മൾ കർത്താവിന് നന്ദി പറയണം. പ്രിയമുള്ളവരെ, യേശുനാഥൻ ആ വലത് കൈ സൂക്ഷിച്ച വ്യക്തിയെ സുഖപ്പെടുത്തിയപ്പോൾ അതിൽ സന്തോഷിക്കുവാൻ യഹൂദർക്കും ഫരിസേയർക്കും സാധിച്ചില്ല. മറിച്ച് അവിടെ എങ്ങനെയാണ് കർത്താവിനെ കുറ്റം വിധിക്കുക, അത് മാത്രമാണ് അവർ ആലോചിച്ചത്. അതേസമയം എൻ്റെ സഹോദരനാണ് അവിടെ സൗഖ്യം പ്രാപിച്ചത് എന്ന് പറയുവാൻ അവർക്കൊരിക്കലും സാധിച്ചില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും തരത്തിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അതിലെ കുറ്റങ്ങൾ മാത്രമായിരിക്കും നമ്മൾ തിരയുക. ദൈവം പ്രവർത്തിച്ച രീതികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ദൈവം അത്ഭുതകരമായി അവർക്ക് എന്തെങ്കിലും നൽകിയതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. മറിച്ച് അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ നോക്കുക. അവർ എപ്രകാരമാണ് ദൈവത്തിനെതിരെ മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുക. അവൻ്റെ ജീവിതത്തിൽ മുമ്പ് ഒത്തിരിയേറെ തിന്മകൾ പ്രവർത്തിച്ച വ്യക്തിയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം ഇതുപോലെ അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നായിരിക്കും നമ്മൾ പലപ്പോഴും ചോദിക്കുക. പ്രിയമുള്ളവരെ, അവിടെയെല്ലാം നമ്മൾ എളിമയുള്ള മനുഷ്യനായിട്ട് മാറുക. എളിമയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം തന്നെ കർത്താവിൽ പൂർണ്ണമായി ശരണം വയ്ക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിനെ അംഗീകരിക്കുവാൻ തയ്യാറാക്കുക. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുക. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ കുറ്റം ആരോപിക്കാതെ കർത്താവ് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്നവനാണ്. മനുഷ്യൻ നിർമ്മിതമായ നിയമങ്ങൾക്ക് അതീതനായി അവൻ നമ്മോട് നിരന്തരം കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ അതൊരു നിയമലംഘനമായിട്ട് തോന്നാമെങ്കിലും കരുണാമയനായ ദൈവത്തിൻ്റെ മുമ്പിൽ അത് നീതിപൂർവകമായ ഒരു പ്രവൃത്തിയാണ്. സാബത്ത് ലംഘനമാണ് എന്ന് കരുതി യഹൂദരും ഫരിസേയരും അവനെതിരെ പ്രതികരിച്ചപ്പോൾ പിതാവായ ദൈവം അവൻ്റെ പ്രവർത്തനത്തെ ഏറ്റെടുത്തു. പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അംഗീകരിച്ച് അവൻ ആഗ്രഹിച്ചതുപോലെ അവൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നിവർത്തിക്കപ്പെടണമെങ്കിൽ നമുക്ക് കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ പൂർണ്ണമായി ശരണം പ്രാപിക്കുകയും ചെയ്യാം. നമ്മുടെ സഹോദരങ്ങൾക്ക് കർത്താവ് ചെയ്യുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്കത് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ആരോടും അസൂയപ്പെടാതെ എല്ലാവരിലും ദൈവം വസിക്കുന്നുണ്ടെന്നും എല്ലാവരുടെ മേലും കർത്താവ് അനുഗ്രഹം ചൊരിയുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
ഈ നിമിഷം ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുകയും അവിടുന്ന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.